മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്താണ് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സാമ്പത്തികം സ്ലോ ആയി നിൽക്കുന്നതിൻ്റെ ഒരു ടെൻഷനാണ്, നമുക്ക് പ്രയാസമാണ്, അസ്വസ്ഥമാണ് നമുക്ക് മനസ്സിലുണ്ടാവുന്നത്. ഒരുപാട് ചോയ്സസ് ഉണ്ട്, അത് റിക്കവർ ചെയ്യാനുള്ള 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു പോസിറ്റീവ്നെസ് മാറ്റാൻ ക്യൂൺ ഓഫ് വോൺസ് ആണ് പിന്നീട് വന്ന എനർജി. കാർഡ് വന്നിരിക്കുന്നത് ക്യൂൺ ഓഫ് വോൺസ് ആണ്. അപ്പോഴും നമുക്ക് നോക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം യൂണിവേഴ്സുമായിട്ട്. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നതിൻ്റെ ഒരു എനർജി സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് നിങ്ങൾ ബ്രില്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുക. ഫെമിനൈൻ എനർജി ഉണ്ട് നിങ്ങൾക്ക്. ആ ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് ശാന്തമായിട്ട് തീരുമാനം എടുക്കുക. ഈ സ്റ്റക്നെസ്, ഈ ഒരു സാമ്പത്തിക സ്ലോനെസ് വരുന്ന ഒരു ഫ്ലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് വന്നിട്ടുള്ളത്. അതിന് ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനെ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം പക്വമായിട്ട് തീരുമാനം എടുത്ത് അതിനെ നേരിടുക. അസ്വസ്ഥമായ മാനസികാവസ്ഥ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരും. അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനുള്ള വ്യക്തി തന്നെയാണ്, പക്വമായിട്ട് ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒരുപാട് ചോയ്സസ് വന്നതിൻ്റെ ഒരു കൺഫ്യൂഷനാണുള്ളത്. അത് ശരി, നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും ശാരീരികാവസ്ഥയ്ക്കും യോജിച്ച ഒരു ഇത് മുന്നോട്ടെടുക്കുക. ഇതിനെ റിക്കവർ ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻ, ഈ എനർജിയെ സ്റ്റക്കായിരിക്കുന്ന പെൻറ്റക്കിൾസ് ആണ്, മണി സ്റ്റക്കായി അല്ലെങ്കിൽ മണി ഇപ്പോൾ ഒന്ന് സ്ലോ ആയതിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വന്നിരിക്കുന്നത്. നമ്മളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നതിൻ്റെ എനർജിയും സിറ്റുവേഷനും അത് എങ്ങോട്ടത്തേക്ക് പോകും എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക.